ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹവാത്സല്യമുള്ളവരെ, ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്നോട് പല ദിവ്യകാരുണ്യ ഭക്തരും ചോദിച്ചിട്ടുണ്ട്, അച്ഛാ വിശുദ്ധവാരത്തിൽ നമ്മൾ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുന്നുണ്ടല്ലോ, പെസഹ വ്യാഴാഴ്ച പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, പൗരോഹിത്യം, പരസ്നേഹത്തിൻ്റെ കൂദാശ നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്? അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഹെസദ് ചാനലിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരുനാൾ പ്രത്യേകമായി ആഘോഷിക്കാൻ തുടങ്ങിയത്? സഭയിൽ പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞ് വരുന്ന 12-ാം ദിവസം വ്യാഴാഴ്ചയായിരുന്നു പരിശുദ്ധ കുർബാനയുടെ തിരുനാളായി ആഘോഷിച്ചു വന്നത്. പിന്നീട് എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞായറാഴ്ച ആചരിച്ചു വരുന്നത്. ഇങ്ങനൊരു തിരുനാൾ ആഘോഷിക്കുവാൻ ചരിത്രപരമായിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കുന്നത് അനിവാര്യമാണ്. ഇതിന് മുൻകൈ എടുത്തത് ഒരു ബെൽജിയൻ അഗസ്റ്റീനിയൻ സഭയിലുള്ള മൗണ്ട് കൊർണില്ലറിയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ ജുലിയാനയാണ്. 20-ാം വയസ്സ് തുടങ്ങി ദിവ്യകാരുണ്യ ഭക്തയായ ഈ സിസ്റ്ററിന് ഒരുപാട് ദർശനങ്ങളുണ്ടായിരുന്നു. ആ ദർശനത്തിൽ ഈശോ സ്പഷ്ടമായും വ്യക്തമായും ഒരു തിരുനാൾ വ്യത്യസ്തമായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞു. എങ്കിലും മേലധികാരികൾ അത് കൈക്കൊണ്ടില്ല. പിന്നീട് ഈ സിസ്റ്റർ വളർന്നു വലുതായി ഒരു മേലധികാരി ആയപ്പോൾ നല്ലൊരു സുവർണ അവസരം വന്നു. അത് അന്നത്തെ ഉർബൻ 4-ാം പാപ്പായെ അറിയിക്കുകയാണ്. അങ്ങനെ ഉർബൻ 4-ാം പാപ്പായാണ് സാർവത്രിക സഭയിൽ ഈ തിരുനാൾ കൊണ്ടാടുവാൻ ആഹ്വാനിച്ചത്. 1264 ഉർബൻ 4-ാം പാപ്പ ഈ തിരുനാൾ ആഘോഷിക്കാൻ പറഞ്ഞത്. എന്തിനാണ് ഈ തിരുനാൾ ആഘോഷിക്കാൻ ആവശ്യപ്പെട്ടത്? അതിന് കാരണം ഈ സിസ്റ്റർ വാഴ്ത്തപ്പെട്ട ജുലിയാനയ്ക്ക് നൽകിയ ദർശനത്തിൽ 3 കാര്യങ്ങളുണ്ട്. ഈശോ 16-ാം വയസ്സ് തുടങ്ങി അവൾക്ക് ദർശനത്തിൽ നേരിട്ട് പറഞ്ഞു, സമരസഭയിൽ വിശുദ്ധ കുർബാന തിരുനാൾ ഇപ്പോഴില്ല. നമുക്കറിയാം, വിജയസഭ, സഹനസഭ, സമരസഭ. അപ്പോൾ ഈ സമരസഭയിൽ കത്തോലിക്ക സഭയിൽ സെപ്പറേറ്റായിട്ട് ഒരു തിരുനാൾ ആഘോഷിക്കുന്നില്ല എന്ന് ഈശോ പറഞ്ഞു. അത് സ്ഥാപിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നുവെന്നും ഈ സിസ്റ്ററിനെ അറിയിച്ചു. അങ്ങനെയാണ് ഈ പാപ്പായെ കാണുന്നതും. ഈശോ എന്തുകൊണ്ട് ഈ തിരുനാൾ സെപ്പറേറ്റായിട്ട് ആഘോഷിക്കണമെന്ന് 3 കാര്യങ്ങളാണ്. 1, ദിവ്യകാരുണ്യത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തണം. 2, സത്യം അറിയുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളെ ഈ രഹസ്യം, ദിവ്യകാരുണ്യ രഹസ്യം ശരിയായി പഠിപ്പിക്കണം. 3-മതായി ബലിപീഠത്തിലെ മഹാകൂദാശയോട് പ്രദർശിപ്പിക്കുന്ന നിന്ദനം, അതുപോലെ അപമാനം, അതിന് പരിഹാരം ചെയ്യണം. അപ്പം ത്രിവിധ കാരണങ്ങളാലാണ് ഇങ്ങനെ വിശുദ്ധ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെ തിരുനാൾ സാർവത്രികമായി സഭയിൽ കൊണ്ടാടുവാൻ കാരണം. ഇനി അങ്ങനെ തിരുനാൾ ആഘോഷിച്ചതിന് തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് മറ്റ് വ്യക്തികൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ സ്തുതിക്കുള്ള കുർബാനയും കാനോന നമസ്കാരവും സെയിൻറ്റ് തോമസ് അക്വൈനാസ് എഴുതി ചേർത്തു. അങ്ങനെയാണ് താന്തുമേർഗോ ഓസാലിത്താരിസ് ഓസ്തി എന്നുള്ള പ്രാർത്ഥനയൊക്കെ പാട്ടൊക്കെ നമ്മുടെ സഭയിലുണ്ടാകുന്നത്. ഇനി നമുക്ക് എന്താണ് പരിശുദ്ധ കുർബാന? CCC, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ എന്താ പറഞ്ഞേക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ദൈവസ്വഭാവവും അടങ്ങിയിരിക്കുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. പോളാറാമൻ പാപ്പ ഇങ്ങനെ പറഞ്ഞു, ഹോളി യൂക്കറിസ്റ്റ് ഈസ് ടു ബി സ്റ്റഡീഡ് നോട്ട് ഓൺ ഡെസ്ക് ബട്ട് ഓൺ നീസ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കേണ്ടത് ഡെസ്കിലിരുന്നു കൊണ്ടല്ല, മുട്ടിന്മേൽ നിന്നുകൊണ്ടാവണം എന്ന് പഠിപ്പിച്ചു. ഞാൻ ഈ ദിവ്യകാരുണ്യ തിരുനാളിൽ ഒറ്റ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. എന്താണ് പരിശുദ്ധ കുർബാന?
മനാസെ, എഫ്രായിം, ഇമ്മാനുവൽ അനുഭവമാണ് പരിശുദ്ധ കുർബാന. നമുക്ക് പഴയ നിയമത്തിൽ നിന്നും ആരംഭിക്കാം. ഉൽപ്പത്തി 37 തുടങ്ങി 48 വരെ സൗകര്യം പോലെ നിങ്ങൾ വായിക്കുക. അവിടെയാണ് ഈ വാക്കുകൾ വരുന്നത്. യാക്കോബിന് 12 മക്കൾ, അതിൽ 11ാമനാണ് നമ്മുടെ ജോസഫ്. ജോസഫിന് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു. കറ്റ കൊയ്യുമ്പോൾ ഒരെണ്ണം എഴുന്നേറ്റ് നിൽക്കുന്നു, 11 താണു വണങ്ങുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും താണു വണങ്ങുന്നു. ഇങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് ദേഷ്യമായി. അതിനു മുൻപ് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ 12 മക്കളിലെ ജോസഫിന് മാത്രം അപ്പൻ വർണ്ണക്കുപ്പായം കൊടുത്തു. സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും ഉണ്ടാവില്ലേ, പണ്ട് നമ്മൾ 10 മക്കളുണ്ടെങ്കിൽ ഒരു ശീല എടുത്ത് എല്ലാവർക്കും ഒരേപോലത്തെ ട്രൗസേഴ്സും ഒക്കെയാണ് തുന്നുന്നത്. ഇവിടെ 12 മക്കളിൽ 11ാമന് മാത്രം അപ്പൻ വർണ്ണക്കുപ്പായം കൊടുത്തു. അത് അസൂയയ്ക്ക് കാരണമായി. അങ്ങനെ ഇരിക്കുമ്പോൾ എരുതിയിൽ എണ്ണയിടുന്നത് പോലെയാണ് ഈ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. 11 കറ്റ താണു വണങ്ങുന്നത്, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും താണു വണങ്ങുന്നത്. അവർക്ക് ദേഷ്യം വന്നു, അപ്പനും ശകാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ആട്ടിടയന്മാരാണല്ലോ, അവർ ഷെക്കേമിലേക്ക് ആടുമാടുകളെ മേയ്ക്കാൻ വേണ്ടി പോയി. അപ്പോഴും പ്രിയപ്പെട്ട ജോസഫ് അപ്പൻ്റെ കൂടെയാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, നിൻ്റെ സഹോദരങ്ങളെ പോയി അന്വേഷിക്ക്, അവർക്ക് അപ്പവും വെള്ളവും കൊണ്ടുപോകും. അങ്ങനെ അവൻ യാത്രയാവുമ്പോൾ ധരിച്ചിരിക്കുന്നത് എന്താണ്? ആ വർണ്ണക്കുപ്പായം, അവർക്ക് ദേഷ്യം വരുന്ന കുപ്പായം. അങ്ങനെ അതും അണിഞ്ഞ് മൂളിപ്പാട്ടും പാടി കുന്നും താഴ്വരയും താണ്ടി അവൻ വരുമ്പോൾ ഇതാ അകലെ നിന്നും 11 സഹോദരന്മാർ കണ്ടു. അവർ പറഞ്ഞു, ഇതാ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, അവനൊരു 8ൻ്റെ പണി കൊടുക്കണം. ഈ 8ൻ്റെ പണി ആരംഭിക്കുന്നത് ബൈബിളിൽ തന്നെയാണ്. അവൻ വന്നപ്പോൾ ആഘോഷമായി അവനെ പിടിച്ചു, ആ കുപ്പായം കീറി, എന്നിട്ട് അവനെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. അവിടെ കിടന്ന് അവൻ കരയുകയാണ്. കരയുമ്പോൾ സഹോദരന്മാർ ഒരുവന് അലിവ് തോന്നി. അവർ പറഞ്ഞു, എന്തിനാണ് പൊട്ടക്കിണറ്റിൽ ഇട്ടിട്ട് കാര്യം, അവനെ പൊക്കിയെടുക്കാം നമുക്ക്. വേറൊരാൾ പറഞ്ഞു, അവനെ വിറ്റ് കാശാക്കാം. അപ്പോഴാണ് ഈ കച്ചവടക്കാർ ഈജിപ്തിലേക്ക് പോകുന്നത്. 20 വെള്ളി നാണയത്തിന് അവനെ വിൽക്കുകയും അവൻ്റെ വസ്ത്രം ആടിൻ്റെ രക്തത്തിൽ മുക്കി അപ്പനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. അപ്പൻ കരയുന്ന രംഗങ്ങൾ കാണാം. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞു. 39-ാം അധ്യായത്തിൽ ഇതാ ജോസഫ് കാര്യസ്ഥനാണ്, കാണാൻ സുമുഖനാണ്. അവൻ്റെ അഴകിനെക്കുറിച്ച് ബൈബിള് വർണ്ണിക്കുന്നുണ്ട്. പൂത്തിഫാറിൻ്റെ ഭാര്യയ്ക്ക് പ്രലോഭനം ഉണ്ടായി. ഒരു ദിവസം പൂത്തിഫാറിൻ്റെ ഭാര്യ വന്ന് നമ്മുടെ ജോസഫിനോട് പറഞ്ഞു, നമുക്ക് രഹസ്യ പാപം ചെയ്യാം. ഉടനെ ചുട്ട മറുപടി കൊടുത്തു, ഇത് നമുക്കെല്ലാവർക്കും വലിയൊരു പാഠമാണ്. നിൻ്റെ യജമാനൻ നീയല്ലാതെ മറ്റൊന്നും എന്നിൽ നിന്നും മാറ്റിവെച്ചിട്ടില്ല. കാരണം നീ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. എനിക്കിവിടെ എല്ലാ അവകാശമുണ്ട്, എക്സെപ്റ്റ് യു, നീ ഒഴികെ എല്ലാത്തിനും എനിക്കിവിടെ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവളുടെ കാര്യം സാധിക്കാത്തത് കൊണ്ട് അവൾ എന്ത് ചെയ്തു? മേലങ്കയിൽ പിടിച്ചു, ജോസഫിൻ്റെ പുറംകുപ്പായത്തിൽ പിടിച്ച് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ നശിപ്പിക്കാൻ വന്നു. തെറ്റായി ധരിപ്പിച്ചു. ജോസഫ് ജയിലിലാണ്. ജയിലിലും ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. നമുക്ക് പുതിയ നിയമത്തിലൊരു വചനമില്ലേ, സത്യം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. അങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ ഇതാ 2 പേരവിടെ വരുന്നു, പാചകക്കാരനും ബേക്കറിക്കാരനും. അവർക്ക് സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആരുമില്ല. ജോസഫ് ഇത് കേട്ടിട്ട് വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, നല്ല കാലം വരുമ്പോൾ എന്നെ ഓർക്കണേ. പറഞ്ഞതുപോലെ സംഭവിച്ചു. ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾ നിയോഗിക്കപ്പെട്ടു, ഒരാൾ പാനപാത്രവാഹകനായി ഫറവോൻ്റെ കൊട്ടാരത്തിലാണ്. അപ്പോഴാണ് ഫറവോയ്ക്ക് ഒരു 7ൻ്റെ സ്വപ്നം ഉണ്ടാകുന്നത്. 7 മെഴുത്ത പശു, മെല്ലിച്ച പശു. മെഴുത്ത പശുവിനെ മെല്ലിച്ച പശു വിഴുങ്ങിക്കളയുന്നു. പുഷ്ടിയുള്ള കതിര്, പുഷ്ടിയില്ലാത്ത കതിര്. 7 പുഷ്ടിയുള്ള കതിര്, പുഷ്ടിയില്ലാത്തത്. ഇതിൻ്റെ വ്യാഖ്യാനം മനസ്സിലാവാത്തതുകൊണ്ട് ഈ പാചകക്കാരൻ പറഞ്ഞു, അങ്ങയുടെ തടവറയിൽ ഒരാൾ കിടപ്പുണ്ട്, സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവുള്ള ആൾ. അങ്ങനെ ജോസഫിനെ വിളിക്കുന്നു. ജോസഫ് പറഞ്ഞു, ഇതൊരു സൂചനയാണ്. 7 വർഷം സമൃദ്ധി ഉണ്ടാകും, അതുപോലെ വരൾച്ചയും ഉണ്ടാകും. അപ്പോൾ സമൃദ്ധിയിൽ സംഭരിക്കണം, വരൾച്ചയിൽ അത് ഉപയോഗിക്കാം. അങ്ങനെ ഗവർണറാക്കി മാറ്റി. ഈശോ പറഞ്ഞില്ല, പണിക്കാരുപേക്ഷിച്ച കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി ഭവിച്ചു. അങ്ങനെ സമൃദ്ധി വന്നു. അറപ്പുരകളിൽ കളപ്പുരകളിൽ ശേഖരിച്ചു. ക്ഷാമം വന്നു. ഈജിപ്തിൽ ആകമാനം ക്ഷാമം. അപ്പോഴാണ് യാക്കോബിന് മനസ്സിലായി, ധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു മകനെ നിർത്തി ബാക്കി 10 പേരെയും വിടുകയാണ്. അവർ വരുമ്പോൾ ജോസഫ് തിരിച്ചറിയുന്നു, അവർ തിരിച്ചറിയുന്നില്ല.
എന്നിട്ട് നാണയക്കിഴികൾ ഒളിപ്പിച്ചു വെച്ച് അവരെ ബന്ദികളാക്കുന്നു. പിന്നീട് വെള്ളിക്കാസയും ഒളിപ്പിച്ചു വെച്ച് ബന്ദികളാക്കുന്നു. അപ്പനെ കൊണ്ടുവരാൻ പറയുന്നു. അപ്പനും ഇളയ മകന് ബെഞ്ചമിനും വരുന്നു. അവിടെ വെച്ച് ജോസഫ് എല്ലാം വെളിപ്പെടുത്തുകയാണ്. ജോസഫ് വെളിപ്പെടുത്തുമ്പോൾ ഇവർക്കറിയില്ലായിരുന്നു. ജോസഫ് പറഞ്ഞു, പണ്ട് വർണ്ണക്കുപ്പായം തന്ന ഒരു സഹോദരന് ഓർമ്മയുണ്ടോ? ഈ മുഖം ഓർമ്മയുണ്ടോ എന്ന് കട്ടെടുത്തതാണ് സുരേഷ് ഗോപി. ഇവിടെ അന്നൊരു ചോദ്യം ചോദിച്ചു, ഈ മുഖം ഓർമ്മയുണ്ടോ? ജോസഫ് ചോദിച്ചു. അന്ന് സ്വപ്നം കണ്ട വ്യക്തി, അന്ന് വർണ്ണക്കുപ്പായം കിട്ടി നിങ്ങൾക്ക് അസൂയ തോന്നിയ വ്യക്തി, അന്ന് താണുവണങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴതല്ലേ സംഭവിക്കണം. നിങ്ങൾ എന്നെ താണുവണങ്ങിയല്ലേ? എനിക്ക് നിങ്ങളോട് പകയൊന്നുമില്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പൻ എനിക്ക് മാത്രം വർണ്ണക്കുപ്പായം തന്നതും എനിക്ക് സ്വപ്നമുണ്ടായതും നിങ്ങൾ എന്നെ 20 വെള്ളി നാണയത്തിന് വിറ്റതും പൊട്ടക്കിണറ്റിലിട്ടതും ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. റോമ 8:28. ദൈവത്തിൻ്റെ സ്നേഹമനുസരിച്ച്, പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്കെല്ലാം നല്ലതിനായി പരിണമിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതാണ് ഇവിടെ നമ്മൾ അറിയുന്നത്. അങ്ങനെ ജോസഫ് അവരോട് പറഞ്ഞു, നമുക്കിവിടെ ചേക്കേറാം. അങ്ങനെ എല്ലാവരും വരുന്നു. ഈജിപ്തിൽ അവർ യാക്കോബും കുടുംബവും ചേക്കേറുന്നു. അങ്ങനെ ചേക്കേറി നമ്മുടെ ജോസഫിന് ആദ്യത്തെ കുഞ്ഞുണ്ടാകുമ്പോൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പേരിട്ടു മനാസെ, നീ മറക്കൂ, പൊറുക്കൂ, ക്ഷമിക്കൂ. അങ്ങനെ മറക്കാൻ, പൊറുക്കാൻ, ക്ഷമിക്കാൻ കഴിഞ്ഞപ്പോൾ അടുത്ത കുഞ്ഞ് ജനിച്ചു, എഫ്രായിം, ദൈവത്തിൻ്റെ വത്സലപുത്രൻ. ഇനി നമുക്കൊന്ന് വ്യാഖ്യാനിക്കാം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ബന്ധമുണ്ട്. കുർബാനയും തമ്മിൽ ബന്ധമുണ്ട്. പഴയ നിയമത്തിൽ 12 മക്കൾ, പഴയ നിയമത്തിൽ യാക്കോബിന് 12 മക്കൾ, പുതിയ നിയമത്തിൽ യേശുവിന് 12 അപ്പോസ്തലന്മാർ. അവിടെ ജോസഫിനോട് അസൂയ തോന്നി, ഇവിടെ ജീസസിനോട് അസൂയ തോന്നി. വചനം പറയുന്നു, അസൂയ നിമിത്തമാണ് അവനെ കുരിശിൽ തറച്ച് കൊന്നത്. അവിടെ 20 വെള്ളി നാണയത്തിന് വിൽക്കുന്നു, ഇവിടെ 30 വെള്ളി നാണയത്തിന് വിളിക്കുന്നു. അവിടെ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു, ഇവിടെ ഈശോയുടെ വസ്ത്രവും തിരഞ്ഞെടുക്കുന്നു, പറിച്ചെടുക്കുന്നു, ഉരിഞ്ഞെടുക്കുന്നു. അപ്പം പഴയ നിയമത്തിൽ നമുക്ക് കാണാം, അവിടെ പേരിട്ടു, ഓർമ്മയ്ക്കായി പേരിട്ടു, മനാസെ എഫ്രായിം എന്ന് പേരിട്ടു. അതെ, പഴയ നിയമത്തിലെ പിതാവായ ദൈവത്തിൻ്റെ മനാസെ എഫ്രായിമിൻ്റെ ഇമ്മാനുവലാണ് ഈശോ, ദൈവം നമ്മോടുകൂടെ. ആ ഈശോയും അവസാന അന്ത്യത്താഴ സമയത്ത് അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് അവിടുന്ന് മനാസെ എന്ന് പേരിട്ടു, മറക്കൂ, പൊറുക്കൂ, ക്ഷമിക്കൂ. അതെ, യേശു പഠിപ്പിച്ചത് മുഴുവനും ഈ മനാസെ എഫ്രായിം സന്ദേശമാണ്. ബൈബിളിലേക്ക് പോകുമ്പോൾ 5 തലങ്ങളിൽ നമുക്ക് കാണാം ഈ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച്. പരിശുദ്ധ കുർബാന അനുരഞ്ജനത്തിൻ്റെ ബലിയാണ്. ഈശോ ബലിയർപ്പിക്കാൻ വരുമ്പോൾ മത്തായി 5:24 ആരോടെങ്കിലും നീരസമുണ്ടെങ്കിൽ ബലിവസ്തു വച്ച് രമ്യതപ്പെടാൻ ഈശോ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു. മത്തായി 11:25 നീ നിൻ്റെ സഹോദരനോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവും നിന്നോട് ക്ഷമിക്കുകയില്ല. മത്തായി 6:14-15 കർത്താവ് ക്ഷമയെക്കുറിച്ച് പഠിപ്പിച്ചു. എത്ര പ്രാവശ്യം ക്ഷമിക്കണം കർത്താവേ എന്നുള്ള ചോദ്യത്തിന്. ഇനി മത്തായി 25 നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നീ ക്ഷമിക്കണം. 1 യോഹന്നാൻ 2:9 ക്ഷമിച്ചില്ലെങ്കിൽ നീ അന്ധകാരത്തിലാകും, ഇരുട്ടിലാകും. ഹെബ്രായർ 12:15-17 നിനക്ക് ദൈവകൃപ നഷ്ടപ്പെടും. അപ്പോൾ 5 കാര്യങ്ങൾ: ബലിയർപ്പിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ പരസ്പരം ക്ഷമിക്കണം, നിത്യജീവൻ നഷ്ടപ്പെടും, അന്ധകാരത്തിലാവും, ദൈവകൃപ നഷ്ടപ്പെടും. നമുക്ക് ഈശോയുടെ ജീവിതത്തിലേക്ക് വരാം. ഈശോയുടെ ജീവിതം മുഴുവനും ഈ അനുരഞ്ജനത്തിൻ്റെ പഠനമാണ്. ഈശോ പഠിപ്പിച്ചത് മനാസെ, എഫ്രായിം, ഇമ്മാനുവൽ ചിന്തകളാണ്. എത്ര പ്രാവശ്യം ക്ഷമിക്കണം കർത്താവെന്ന് ചോദിച്ചപ്പോൾ ഈശോ മറുപടി പറഞ്ഞു. ആ പറഞ്ഞ ഈശോ കാല് കഴുകിയില്ലേ? പാദം കഴുകുന്ന സ്നേഹം, പാപം പൊറുക്കുന്ന സ്നേഹമെന്ന് നമ്മൾ പാടാറുണ്ട്. ഒറ്റുകാരൻ്റെയും തള്ളിപ്പറയാൻ പോകുന്നവരുടെ കാല് കഴുകി. ഇനി ആ പരിശുദ്ധ കുർബാന അനുരഞ്ജനത്തിൻ്റെ ബലിയല്ലേ? അവിടെ പകുത്തു കൊടുത്തത് ആർക്കാണ്? ഒറ്റുകാരൻ യൂദാസിന്. വീണ്ടും ഗെത്സേമനിയിൽ ചുംബിക്കാൻ വരുമ്പോൾ, സ്നേഹിത എന്തിനാണ് നീ ഇവിടെ വന്നത്? കുരിശിൽ കിടന്നുകൊണ്ട് ലൂക്ക 23:34 ഈശോ പ്രാർത്ഥിച്ചത് എന്താണ്? പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. ഈശോ മരിച്ചു കഴിഞ്ഞു, സാബത്തായിരുന്നു. പടയാളികൾ ഒരുവൻ
കുന്തം കൊണ്ട് പാർശ്വം കുത്തിപ്പിളർന്നപ്പോഴും ആ മനാസയെ സന്ദേശമല്ലേ അവൻ്റെ കണ്ണിന് കൊടുത്തത്. കാഴ്ച കിട്ടി. പിന്നീട് അവൻ വിശുദ്ധ ലോഞ്ചിനോസായിട്ട് മാറിയെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇനി നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 7:60 പോകാം. എസ്തപ്പാനോസിനെ കല്ലെറിയുമ്പോഴും അവൻ പ്രാർത്ഥിച്ച ഈ പാപം അവരുടെ മേൽ ചുമത്തല്ലേ. തെർത്തുല്യം പറഞ്ഞ് രക്തസാക്ഷികളുടെ ചുടുരക്തം വീണുകുതിർത്ത മണ്ണിൽ നിന്നാണ് സഭ വളർന്നു പന്തലിച്ചത്. സഭയിലെ വിശുദ്ധന്മാരെല്ലാവരും പ്രാർത്ഥിച്ചത് ഈ പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ്. 1947 ഡിസംബർ 25 ഫ്രാൻസിലെ നെറ്റൂർണ ഗ്രാമം ഒരു അമ്മ, വിധവയായ അമ്മ ക്രിസ്മസിന് വേണ്ടി പോവുകയാണ്. ആരോ കതകിൽ മുട്ടുന്നു. തുറന്നപ്പോൾ അജാനുബാഹുവായ പ്രാകൃതനായ ഒരു മനുഷ്യൻ. അവൻ പറഞ്ഞു, ഞാൻ അലക്സാണ്ടറാണ്, എനിക്ക് സ്വസ്ഥതയില്ല, ഉറക്കമില്ല, ഞാൻ ജയിലിൽ നിന്ന് വരികയാണ്, എന്നോട് ക്ഷമിക്കില്ലേ. അപ്പോൾ അസുന്താമ എന്താ പറഞ്ഞത്? നീ 18 കുത്തി കൊലപ്പെടുത്താൻ പരിശ്രമിച്ച മരിയകുരത്തി നിന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത്. അതുകൊണ്ട് നീ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് പള്ളിയിൽ പോകാം. അങ്ങനെ അവൻ കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു. പിന്നീട് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. ഇപ്പോൾ ആള് വാഴ്ത്തപ്പെട്ട അലക്സാണ്ടറായി. മരിയകുരത്തിൻ്റെ കത്തീഡ്രൽ സന്ദർശിച്ചാൽ അവിടെ കുഴിമാടം കാണാം. എത്രയും വേഗം ഒരുപക്ഷെ ജൂബിലി ഇയറിൽ അവനെ വിശുദ്ധനായിട്ട് ഉയർത്തും. കാരണം ആ പരിശുദ്ധ കുർബാനയുടെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ കൃപയാണ്. 1947 ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടത് അമേരിക്കൻ പൈലറ്റ് ക്ലോഡ് ഈതർലിയാണ്. അവൻ ആ കാഴ്ച കണ്ടിട്ട് മദ്യപാനിയായി. അവൻ്റെ ജീവിതം വളരെ മോശമായി. അപ്പോൾ ജപ്പാൻ ജനത ഇതറിഞ്ഞിട്ട് കൂട്ട ഒപ്പ് ശേഖരിച്ച് അവൻ എഴുതി, ഡിയർ ലവിങ് ക്ലോഡ് ഈതർലി വി ലവ് യു. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ കുർബാന അനുഭവമാണ്. 1981 മെയ് 13 പോകാം. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ജോൺ പോൾ രണ്ടാമനെ മുഹമ്മദ് അലി അഖ വെടിവെച്ച് വീഴ്ത്താനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ തോക്കിൻ്റെ തുമ്പ് പിഴച്ചുപോയി. പാപ്പ രക്ഷപ്പെട്ടു. എന്നിട്ട് ആ പാപ്പ എന്താ ചെയ്തത്? ജയിലിൽ പോയി അവനെ കെട്ടിപ്പുണർന്നില്ലേ. അതും ഒരു മനാസെ, എഫ്രായിം, ഇമ്മാനുവൽ അനുഭവമല്ലേ അവന് കൊടുത്തത്. കമ്മ്യൂണിസ്റ്റുകാർ പോലും എഴുതി വെച്ചു പാപിയെ തേടി വന്നവൻ്റെ പിൻഗാമിയെന്ന്. ഇനി 1995 ഫെബ്രുവരി 25 റാണി മരിയ സിസ്റ്റർ, ഇൻഡോർ റാണി എന്ന് വിളിക്കുന്ന ആ സിസ്റ്ററിനെ അതിദാരുണമായി കൊലപ്പെടുത്തി. പിന്നീട് നമുക്കറിയാം, സമന്തർ സിംഗ് ജയിലിൽ കിടക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലെ ഒരു ആചാരമുണ്ട്, രാഖി കെട്ടിക്കൊടുക്കുക. ഈ റാണി മരിയയുടെ അനുജത്തി ഒരേ സഭയിലുള്ള സിസ്റ്റർ, റെവറൻഡ് സിസ്റ്റർ സെൽമി പോള് അപ്പനോടൊപ്പം ചെന്ന് ഇൻഡോർ ജയിലിൽ അവൻ്റെ കയ്യിൽ രാഖി കെട്ടിക്കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ചേച്ചിയെ കൊന്ന് നിന്നെ എൻ്റെ ബ്രദറായിട്ട്, സഹോദരനായി സ്വീകരിക്കുന്നു. പിന്നീട് അവൻ പെരുമ്പാവൂരുള്ള പുല്ലുവഴിയിൽ അമ്മയെ കാണാൻ വരുമ്പോൾ സിസ്റ്റർ സെൽമി പോള് വിളിച്ചു പറഞ്ഞു, അമ്മ വരുന്നുണ്ട്. അമ്മ എന്തു ചെയ്യും? അമ്മ പറഞ്ഞു, ഞാൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പുണർന്നവൻ്റെ കൈ ചുംബിക്കും. എന്തിനാണ് അമ്മ അങ്ങനെ ചെയ്യണത്? അതെ, ഈശോ കുരിശിൽ കിടന്ന് മരിച്ചില്ലേ, അവൻ്റെ കയ്യിൽ കിടന്ന് പെടഞ്ഞാണ് എൻ്റെ മകള് മരിച്ചത്. അവൻ്റെ കയ്യിലാണ് ബലിയർപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ അവനെ കെട്ടിപ്പുണരും. അതുതന്നെ ചെയ്തു. അതൊരു മനാസെ, എഫ്രായിം, ഇമ്മാനുവൽ അനുഭവമായിട്ട് മാറി. അവൻ ഇന്ന് സുവിശേഷ പ്രഘോഷകനായിട്ട് മാറി. 1999 ജനുവരി 23 ഗ്രഹാം സ്റ്റെയിൻസ്. ഈ ഗ്രഹാം സ്റ്റെയിൻസ് ഉത്സവത്തിന് വന്നതാണ്. എല്ലാവരോടും ചങ്ങാത്തമുള്ള ആളാണ്. അവനെ ജീപ്പിലിട്ട് ചുട്ട് കരിച്ചപ്പോഴും ജീവിച്ചിരിക്കുന്ന ഗ്ലാഡീസും എസ്റ്ററും എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് കേസൊന്നുമില്ല. 41 വർഷം ഈശോയുടെ വലിയ സന്ദേശവാഹകനായിട്ട് വന്നു. ഈശോയെ പ്രതി മരിച്ചു. അതുകൊണ്ട് ദൈവം അവരോട് പൊറുക്കട്ടെ. ഞാൻ പറഞ്ഞു വച്ചത് ഉൽപ്പത്തി തുടങ്ങി ഇന്ന് വരെയുള്ള ഒരുപാട് അനുഭവങ്ങളാണ്. അപ്പോൾ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഇടവകയിൽ വാഴക്കൊലയും തേങ്ങാക്കൊലയും ഒക്കെ കെട്ടിത്തൂക്കി ഭയങ്കര ആഘോഷമാണ്, ആർഭാടമാണ്, എക്സ്റ്റേണലാണ്. പക്ഷേ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടോ? അതുണ്ടെങ്കിൽ ഈ എക്സ്റ്റേണലായിട്ടുള്ള സെലിബ്രേഷൻ ഒരർത്ഥവുമില്ല. മറിച്ച് ഈശോ നൽകിയ സന്ദേശം, ഞാൻ ഒരുപാട് സന്ദേശത്തിലേക്ക് ഒറ്റ സന്ദേശമാണ്. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ദൈവം നമ്മോടുകൂടെ എന്നുള്ള കൃപയാണ്. ആ കൃപ ലഭിക്കണമെങ്കിൽ നിരുപാധികം ക്ഷമിക്കാൻ, മറക്കാൻ, പൊറുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ദിവ്യകാരുണ്യ തിരുനാളിൻ്റെ ആശംസകൾ, നന്മകൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഒപ്പമാവാൻ അപ്പമായി ഈശോയെ, ചെറുതായി ഈശോയെ,
ആരാധനകളുടെ ആരാധനയായ ഈശോയെ, ആരാധ്യനായ ഈശോയെ, ലോകത്തെ മുഴുവൻ സമർപ്പിക്കുന്നു, പ്രപഞ്ചത്തെ മുഴുവൻ സമർപ്പിക്കുന്നു, ആഗോള സഭയെ സമർപ്പിക്കുന്നു, യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ ഈശോയെ, അവിടുന്ന് അത്ഭുതകരമായിട്ട് ഇടപെട്ട് അവിടുന്ന് ജനിച്ചു വീണപ്പോൾ നൽകിയ ആ സമാധാനവും സന്തോഷവും സാഹോദര്യവും എവർക്കും നൽകണമേ. ഈശോയെ, എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവം, ദിവ്യകാരുണ്യനാഥനായ ഈശോ നിങ്ങളെല്ലാവരെയും ആശീർവദിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.